Hello guys, welcome back to One Life Live with 007. അപ്പൊ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ വന്നിരിക്കുന്ന സ്ഥലവും. അപ്പൊ നമ്മൾ ഇന്നലെ വന്ന് നേരെ കിടന്നുറങ്ങി, ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങി. നല്ല തണുപ്പായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെയല്ല. നമ്മൾ വിചാരിച്ച് ഇത്തിരി ചൂടുള്ള കേപ്പ് ടൗണിൽ നിന്ന് മാറിയതുകൊണ്ട് ഒരു ഇത്തിരി ചൂട്, ഇവിടെ സാധാരണ സമ്മർ ടൈമിൽ അത്യാവശ്യം ചൂടൊക്കെ വരുന്ന കേപ്പ് ടൗണിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ ചൂട് വരുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു ചൂടൊക്കെ ആയിരിക്കും വിചാരിച്ചു, പക്ഷെ കൊല്ല തണുപ്പായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മുടെ കേപ്പ് ടൗണിനേക്കാളും തണുപ്പായിരുന്നു. കാരണം രാത്രി 4 ഡിഗ്രി ഒക്കെ ആയിരുന്നു. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഈ കടലും കൂടി അടുത്ത് കിടക്കുന്നതുകൊണ്ട് ഭയങ്കര തണുപ്പും കാറ്റും എല്ലാം ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേ കോട വന്ന് നിറഞ്ഞ് കടലിൽ നിന്ന് പുകയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ താമസിച്ച റിസോർട്ടാട്ടോ അതാ കാണുന്നത്. റാഫ് വാട്ടർ എന്നാണ് റിസോർട്ടിന്റെ പേര്. ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോ കണ്ടാക്കുന്നവർക്ക് അറിയാം. നമ്മൾ വന്നതെല്ലാം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, വീഡിയോന്റെ സൈഡിൽ കാണുന്ന സബ്സ്ക്രിപ്ഷന്റെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ്, സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. വൺ ലൈഫ് ലിവ് വിത്ത് 007. വാമിയും മീനും വാമിക്ക് കട്ടലൊക്കെ കണ്ടിട്ടില്ലേ, നടക്കാനുള്ള കൊതി കൊണ്ട് വാമി അങ്ങോട്ടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മീനും വാമിയും കിട്ടായിരുന്നത്. കാരണം വാമി അങ്ങ് പിള്ളേരുടെ കൂടെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. എന്തായാലും അവർ ബീച്ചിന്റെ അവിടെ എത്തി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന കാഴ്ച കേട്ടോ, നമ്മൾ താമസിച്ച റിസോർട്ടാണ് ആ കാണുന്ന റിസോർട്ട്. അവിടെ ഒരു ചെറിയ ലൈറ്റ് ഹൗസ് വരുന്നുണ്ട്. പിന്നെ കാർഗോ ഷിപ്സ് എല്ലാം അവിടെ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ അവിടെ ഒരു ചെറിയൊരു ഐലൻഡ് പോലെ ഇങ്ങനെ മാറി കിടക്കുന്നുണ്ട്. ഇപ്പുറത്തേക്ക് വരുമ്പം അതാണ് ഹൈലൈറ്റ് കേട്ടോ. ശരിക്കും ആ കടലില് ആ റിസോർട്ടിൽ കേട്ടോ കടലടിച്ച് കയറുന്നതും. പിന്നെ ഇവിടെ ആൾക്കാർ ഇവിടെ രാവിലെ തന്നെ സർഫിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ. പിള്ളേര് എന്ത് തണുപ്പായിരുന്നു, എന്നിട്ട് സർഫിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവര് മറ്റേ പ്രൊട്ടക്ഷൻ ഒക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും സർഫ് ചെയ്തോണ്ടിരിക്കുകയാണ്. അവിടെ പിള്ളേരെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഷർട്ട് ഒന്നും ഇടാതെയാണ് ഈ ബീച്ചിൽ വന്നിരിക്കുന്നത്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇത് നോക്കി പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല കിടക്കാച്ചി വഴിയല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ലംഗബാൻ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാനാണ്. മൊത്തത്തിൽ നമുക്ക് ഇന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിയത്തില്ല, കാരണം വാമിനെ കൊണ്ട് പോകുന്നുണ്ട്. അവരുടെ ഫുഡിന്റെ കാര്യം അതും ഇതൊക്കെ നോക്കണ്ടേ. അതുകൊണ്ട് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും കേട്ടോ. വാമിക്കുട്ടി, വാമിക്കുട്ടി ഒരു ഹായ് പറഞ്ഞു. വാമി ഹായ് ഹായ്. വാമിക്ക് ഭയങ്കര സന്തോഷമായിട്ട് വാമി ഓടി നടക്കാൻ നോക്കി. വാമി ഹായ് ഒക്കെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടോ വാമി, ഒരു ഹായ് പറഞ്ഞേ. വാമി ഒരു ഹായ് പറഞ്ഞേ. ഹായ്. കടലിലിറങ്ങണോ വാമിക്ക്? അപ്പൊ ഇതാണ് മൈക്കനോസ് എന്നാണ്. അതായത് മൈക്കനോസ് എന്ന് പറയുന്നത് ഗ്രീസിലെ ഒരു ഐലൻഡാണ്. ആ മൈക്കനോസ് തന്നെയാണ് ഇവിടെയും പേര്. സെയിം ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ആ ബിൽഡിംഗ് സ്ട്രക്ചർ എല്ലാം സെയിം തന്നെയാണ് ഇവര് അഡാപ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കിന്ന് ലംഗബാൻ എന്ന് പറഞ്ഞ ടൗൺ, അതായത് ലഗൂൺ ബീച്ചിലെ ആ ലംഗബാൻ എന്ന് പറഞ്ഞ ലഗൂൺ ബീച്ചിലും പോകണം. പിന്നെ അതിനു മുമ്പ് നമുക്ക് ഒരു ഫോസിൽ മ്യൂസിയം ഉണ്ട്. ആ ഫോസിൽ മ്യൂസിയത്തിൽ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. പിന്നെ തിരിച്ചു വന്നിട്ട് വേണം, ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറെ കിഡ്സിൻ്റെ കുറെ പ്ലേ ഏരിയാസ് ഉണ്ട്. പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ഹോട്ട് സ്വിമ്മിംഗ് പൂള്, ഇൻഫിനിറ്റി പൂള്, അങ്ങനത്തെ പരിപാടികളെല്ലാം ഉണ്ട്. കാസിനോ ഉണ്ട്. അപ്പം നമുക്ക് പറ്റാവുന്ന രീതിയിൽ എല്ലായിടത്തും പോകണം. നാളെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുമല്ലോ. അപ്പം ഇന്ന് പറ്റാവുന്ന രീതിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം എന്തായാലും. പിന്നെ ഇവിടുത്തെ ലോക്കൽ സീ ഫുഡും എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ സീ ഫുഡും ലോക്കലായിട്ടുള്ളത് എക്സ്പ്ലോർ ചെയ്യണം എന്തായാലും. ഇവിടെ വേറൊരു സംഭവം ഉണ്ട്. അവിടെ ഞങ്ങൾക്ക് ഇന്ന് ഇത് കിട്ടിയില്ല കേട്ടോ, അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. അവിടെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടൊക്കെ റിസർവ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടി. പക്ഷെ അവിടെ ഞങ്ങൾക്ക് റിസർവേഷൻ കിട്ടിയില്ല. ഞങ്ങൾക്ക് 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് റിസർവേഷൻ കിട്ടിയേക്കുന്നത്. അപ്പോൾ അന്ന് വന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അന്ന് വരുമ്പോൾ നമ്മളിവിടെ താമസിക്കില്ല എന്നാണ് പ്ലാൻ ചെയ്താക്കുന്നത്. കാരണം ഇവിടെ ഒരു പ്രാവശ്യം വന്ന് താമസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വേറെ എക്സ്പ്ലോർ ചെയ്യാത്ത കാര്യങ്ങൾ 2 ആഴ്ചക്കുള്ളിൽ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ തിരിച്ചു പോകുന്നതാണ്. വാമീനെ വിളിച്ചിട്ടേ വാമി ഒരു രക്ഷയില്ല കേട്ടോ. വാമി ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നത് അവരുടെ കൂടെ കളിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കുക. മീനും ആണെങ്കിൽ ഓടി മടുത്തെന്ന രീതിയിൽ നിൽക്കുന്നതാണ്. ഒരു രക്ഷയില്ല. വാമീനെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഈ മണലിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് കളിക്കണം എന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ അവിടെ പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ അതായത് ഹോട്ടലുണ്ട്, അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറാതെ നമ്മൾ ലോക്കൽ ആൾക്കാരും പിന്നെ റെസ്റ്റോറൻറ്റ് നല്ല ലോക്കൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇവിടെ ഒരു ചെറിയ ചെസ്സിൻ്റെ സാധനം, അതായത് ചെസ് കളിക്കാനായിട്ട് ഇങ്ങനെ കളിക്കാനായിട്ടുള്ളത് വെച്ചിട്ടില്ല. നമ്മുടെ കേപ്പ് ടൗൺ വാട്ടർ ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ.
ഇവിടുത്തെ റെസിഡൻസിനൊക്കെ കളിക്കാം, അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് കളിക്കാം. ഇവിടെ ചെറിയൊരു ഇത് ഹോഴ്സ് അല്ലാട്ടോ, ഇത് ഡോങ്കിയാണ്, ഡോങ്കി അല്ലേ? അതെ അതെ, ഡോങ്കി റൈഡ് ഉണ്ട് ഇവിടെ. അതേ കണ്ടോ, പിള്ളേരെ ഡോങ്കി റൈഡ്, അതായത് ടൂറിസ്റ്റുകൾ വരുമ്പം അവർക്കൊരു വിനോദത്തിന് വേണ്ടി ഡോങ്കി റൈഡ് ചെയ്യാൻ പറ്റും. ചെയ്ത് കണ്ടോ, അടിപൊളിയല്ലേ? പിന്നെ ഇവിടെ ബാർബിക്യൂ ചെയ്യാനായിട്ട് ഇവിടെ കുറച്ച് സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ബാർബിക്യൂ ചെയ്യാനായിട്ടുള്ളത്. കണ്ടോ, വൈബ് സ്ഥലം എന്ന് വെച്ചാൽ വൈബ് ആൾക്കാരും വൈബ് സ്ഥലം കേട്ടോ. ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇത് ഹോട്ട് സ്വിമ്മിംഗ് പൂൾ ആണെന്ന് എനിക്കറിയില്ല. അതേ റെസ്റ്റോറൻറ്റ്, കോക്ടൈൽ ബാറ്, ബ്രേക്ക്ഫാസ്റ്റ്, ബർഗേഴ്സ്, പിസ്സ, സീ ഫുഡ് എല്ലാം കിട്ടുന്ന ഒരു സ്ഥലങ്ങളാട്ടോ. ഇത് നോക്കി, എന്താണ് സാധനം അല്ലേ? ഇവിടെ പ്ലേ ഏരിയ കേട്ടോ. ഇവിടെ മാമിക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഇതായിട്ടില്ല. നമുക്ക് ഇൻഡോർ പ്ലേ സ്റ്റേഷൻ ഉണ്ട്, അവിടേക്ക് വരാം. ഇവിടെ ബാർബിക്യൂ ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ആൾക്കാർക്ക് വന്നിട്ട് 2 എണ്ണം അടിച്ച് ലൈവായിട്ട് നമുക്ക് ബാർബിക്യൂ ചെയ്യാം. ബാർബിക്യൂ ചെയ്ത് ഇവിടെ സംസാരിച്ചൊക്കെ ഇരിക്കാം. നോ പൂൾ ഫർണിച്ചർ ലാസ്റ്റ് ദിസ് പോയിന്റ് എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പൂള്. പൂളിലേക്ക് എന്തായാലും വരണം നമുക്ക്. നമ്മൾ വാമിയുടെ സ്വിമ്മിംഗ് ഡ്രസ് എല്ലാം എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, എന്ത് രസമല്ലേ? വാവ്, സൂപ്പർ. ഒരു കൺസെപ്റ്റ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ശരിക്കും ഒരു വൈബ് കൺസെപ്റ്റായി. സമ്മർ ടൈമിലൊക്കെ ആണെങ്കിൽ ശരിക്കും ചില്ല് ചെയ്ത് ശരിക്കും എൻജോയ് ചെയ്തിരിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് വൈകുന്നേരം വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാവേ, അല്ലെങ്കിൽ നമ്മുടെ ടൈം മൊത്തം പോകും. നമുക്ക് ലഞ്ച് കഴിക്കാനും പോകണ്ടേ. അപ്പം ഞങ്ങളിപ്പം നേരെ ഫോസിൽ മ്യൂസിയത്തിലേക്ക് പോയിട്ട്, കാരണം വാമിക്ക് മണ്ണിൽ മണ്ണൊക്കെ വാരിക്കൊണ്ടിരിക്കുക. ഇനി ഡ്രസ്സൊക്കെ അലമ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഡ്രസ്സ് മാറിയിട്ട് കൊണ്ടുവരും. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇവിടുന്ന് ഫോസിൽ മ്യൂസിയത്തിലേക്ക് പോകുവാണ് അല്ലെ വാമി? അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോക്കൽ സീ ഫുഡും കഴിക്കും. അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അതായത് ഈ വെസ്റ്റ് കോസ്റ്റ് ഡിസ്ട്രിക്റ്റിലെ ഒരു ചെറിയ വില്ലേജ് ടൗണാണ് ലങ്ങബാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ലങ്ങബാനിൽ ടോട്ടലി 2024 കണക്കനുസരിച്ചിട്ട് ഒരു 25,000 റെസിഡൻസ് ആണ് ഉണ്ടാകത്തുള്ളൂ. അതിൽ മോസ്റ്റ്ലി വൈറ്റ്സ് ആണ്, 56% വൈറ്റ്സ് ആണ്. പിന്നെ 34% കളേർഡ് ആൾക്കാർ, അതായത് നിറക്കാരാണ്. പല ഇത് അറിയാലോ, കളേർഡ് ആൾക്കാരാണ്. പിന്നെ വരുന്ന 7.5% ഇവിടുത്തെ ബ്ലാക്ക്സ് ആഫ്രിക്കൻസ് ഉള്ളൂ കേട്ടോ. പിന്നെ 0.5 ഇന്ത്യൻസും പിന്നെ അതേഴ്സും ആണ് വരുന്നത്. അപ്പോൾ മോസ്റ്റ്ലി ഇവിടെ വെള്ളക്കാര ആൾക്കാരാണ് കൂടുതൽ ഈ ഏരിയയിൽ. ഇവിടുത്തെ മെയിൻ എക്കണോമി അല്ലെങ്കിൽ ഇവരുടെ മെയിൻ വരുമാന മാർഗം ഫിഷിങ്ങും ടൂറിസവും ആണ്. ഫിഷിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറിയ ഫിഷ് ഹാർബർ ഉണ്ട്. പിന്നെ ലോക്കൽ ഫിഷർമാൻസ് ഇവിടെ ഫിഷിനെ കൊണ്ടുവന്നിട്ട് ലൈവായിട്ട് ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ മോസ്റ്റ്ലി ആഫ്രിക്കൻസും ഇംഗ്ലീഷും ആണ് ആൾക്കാർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് കേട്ടോ. കേപ്പ് ടൗണിൽ നിന്ന് ഏകദേശം 120 കിലോമീറ്റർ, ഏകദേശം ഒരു 2 മണിക്കൂറോളം ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കോസ്റ്റൽ ഏരിയയിലേക്ക് വരുന്നത്. ഇവിടെ അലമ്പത്തി വാമിയുടെ മുഖം കണ്ടോ, വാമിക്ക് കല്ലിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലിപ്പ് മാറുന്നില്ല കേട്ടോ. നോക്കിയേ, ഒരു സെറ്റപ്പ് സാധനം കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പിള്ളേർക്കും വലിയവർക്കും എക്സ്പ്ലോർ ചെയ്യാം. ഒരു ചെറിയ ട്രെയിനിൻ്റെ ഒരു മാതൃകയിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാക്കും കേട്ടോ. അത് ട്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീല ഓടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ല സെറ്റപ്പ് സാധനം അല്ലേ? എന്താ തീമല്ലേ? നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ 2 സൈഡും ഡ്രൈ ലാൻഡ് ആണ്. നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 20 കിലോമീറ്റർ ഉണ്ട് ഫോസിൽ പാർക്കിലേക്ക്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തിരിച്ചു വന്ന് ലങ്ങബാന് എക്സ്പ്ലോർ ചെയ്യാനായി. അതായത് ലഗൂൺ ബീച്ചൊക്കെ അവിടെ ഒന്നും പോയിട്ടില്ല. അപ്പം അവിടേക്കൊക്കെ ഒന്ന് പോകണം. അവിടെയാണ് ലോക്കൽ ഫുഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നതും. ഇപ്പോ ഇവിടുത്തെ ടെമ്പറേച്ചർ 17.5 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത്. ഇന്ന് രാവിലെ നല്ല തണുപ്പായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, രാത്രി 4 ഡിഗ്രി ഒക്കെ ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു. നമ്മുടെ കേപ്പ് ടൗണിനേക്കാളും, കേപ്പ് ടൗണിൽ ഇത്ര ആയിട്ടില്ല ഇപ്പോ, എന്നാലും കേപ്പ് ടൗണിനേക്കാളും തണുപ്പുണ്ടായിരുന്നു. ആസ് എ ടൂറിസ്റ്റ് എന്ന നിലയ്ക്ക് സൗത്ത് ആഫ്രിക്കയിൽ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ, നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ഇവിടുത്തെ റോഡ് മാർഗമുള്ള ട്രാവലിംഗ് ആയിരിക്കും. കാരണം ഇത് ബെസ്റ്റ് ആണ് സൗത്ത് ആഫ്രിക്ക റോഡ് ട്രിപ്പിന് വേണ്ടി. ഏത് റോഡും എടുത്ത് നോക്കിക്കോ, സൗത്ത് ആഫ്രിക്കയിലെ നല്ല കിട്ടില്ലൻ റോഡുകളായിരിക്കും, കിട്ടില്ലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്ക് എന്താ പറയുന്ന ഒരു പ്രകൃതിയുടെ തന്നെ ഒരു കാണാൻ വിസ്മയങ്ങളായിരിക്കും ഇവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അതേപോലത്തെ യാത്രയായിരിക്കും. ഓരോ ലാൻഡ്സ്കേപ്പും ഓരോ കിട്ടില്ലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ ഓൾ സൗത്ത് ആഫ്രിക്ക പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടില്ലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. വെസ്റ്റേൺ കേപ്പ് പ്രത്യേകിച്ച് ഗാർഡൻ റൂട്ടും ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്നെ കിട്ടില്ലൻ എക്സ്പീരിയൻസ് ആണെന്നറിയോ കേട്ടോ. അവിടെ മാൽമസ്ബറി, സൽദാന ലെഫ്റ്റും ആണ് പോകേണ്ടത് കേട്ടോ. നമുക്കിപ്പോൾ നേരെയാണ് പോകേണ്ടത്.
നമുക്ക് നേരെ പോയേക്കാം. ഒരു മനുഷ്യരില്ല റോട്ടിലൊന്നും. ശരിക്കും പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് സിനിമയിലൊക്കെ നമ്മൾ കണ്ട് ഉള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലേ, ആ മോഡൽ സ്ഥലത്ത് കൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യരെ കാണുന്നില്ല. വല്ലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വണ്ടികൾ വന്നാലല്ലാതെ വേറെ ഇതൊന്നുമില്ല. ഇവിടുത്തെ ഒരു എയർഫോഴ്സിന്റെ ബേസ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ റൈറ്റിലേക്കാണ് പോണത്. എയർഫോഴ്സിന്റെ ബേസ് അവിടെ ആയിരുന്നു. പിന്നെ നമ്മൾ വരുന്ന സ്ഥലത്ത് സ്കൈ ഡൈവിങ്ങിന്റെ സ്ഥലങ്ങളെല്ലാം കണ്ടായിരുന്നു കേട്ടോ. ആ ഗ്രാമൽ റോഡിൽ കയറിയില്ലേ, അതിന്റെ അവിടെയായിരുന്നു സ്കൈ ഡൈവിങ്ങിന്റെ സ്ഥലങ്ങൾ. നമുക്ക് ലെഫ്റ്റ് ആട്ടോ എഴുതി വെച്ചാൽ വെസ്റ്റ് കോസ്റ്റ് ഫോസിൽ പാർക്ക്. ഇതാണ് ഫോസിൽ പാർക്കിന്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. കറക്റ്റ് ഡ്രൈ ഏരിയ ആണ്. ഞാൻ പറഞ്ഞില്ലേ, സാധാരണ ഇവിടെ സമ്മർ ടൈമിലൊക്കെ കേപ്പ് ടൗണിനെ അപേക്ഷിച്ചിട്ട് ചൂട് കൂടിയ ഏരിയ ആണിത്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിൽക്കുന്ന കണ്ടാ അറിയാം, ശരിക്കും ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത്. ഇത്രയും തണുപ്പ് പോലും നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഒരു മനുഷ്യരില്ല കേട്ടോ ഇവിടെ. നോക്കിയേ ഗായ്സ്, നമ്മളിതേ ഒരു ഗ്രാവൽ റോഡിലേക്ക് കയറി. ഇപ്പൊ ഒരു സംഭവം ഉണ്ടായിട്ടോ. ഒരു സാധനം ചാടി ഒറ്റ പോകാണ്. കങ്കാരു ചാടുന്ന പോലെ മാനായിരുന്നു ചാടി പോയത്. എന്റെ പൊന്നോ, എന്ത് ചാട്ടം അറിയോ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ. നോക്കിയേ കാട്. കാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ ഫോറസ്റ്റ് അല്ല, ഡ്രൈ കാട് എന്ന് പറയില്ലേ, അതായത് കുറ്റിക്കാട്. പാർക്കിങ്ങിലെത്തി. ഇവിടെ ഏതെങ്കിലും സ്ഥലത്ത് വണ്ടി ഇടാം. അപ്പൊ ഇവിടെ കുറച്ച് വണ്ടികൾ വന്നിട്ടുണ്ട്. അത്ര വലിയ ടൂറിസ്റ്റുകളൊന്നും വന്നിട്ടില്ല. എല്ലാവരും പിള്ളേരെ കൊണ്ട് എക്സ്പ്ലോർ ചെയ്യുന്നത് മറ്റു സ്ഥലത്താണ്. നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ കഴിച്ച് ഞങ്ങളിതേ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞാൻ ഇറങ്ങി. വാങ്ങി നല്ല ഉറക്കമായി. ഉറക്കത്തിൻ്റെ വാശിയും കൂടി ഉണ്ടായിരുന്നു അവൾക്ക്. നല്ല ഉറക്കമായി. അത് കുഴപ്പമില്ല. നല്ല ഉറക്കമായി. അപ്പോൾ ഞങ്ങൾ ഇനി അവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് അവിടുത്തെ റിസപ്ഷനിലേക്ക് പോയിട്ട് വരാം. ഇത് കാണിച്ചു തരാവേ. ഇവിടെ നല്ല ചൂടായിട്ടുണ്ട്. ചൂടെന്ന് വെച്ചാൽ നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല 17 ഡിഗ്രിയൊക്കെ ഉള്ളൂ ശരിക്കും ചൂട്. ഗൈസ്, നമുക്ക് ടിക്കറ്റ് എടുക്കാം. വിസിറ്റേഴ്സ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. കാണാം, ആകെ 4-5 വണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ വെൽക്കം ടു ഫോസിൽ പാർക്ക്. യു ആർ അബൌട്ട് ടു സ്റ്റെപ്പ് ബാക്ക് ഇൻ ടൈം 5.2 million years ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. 5.2 million yearsന്റെ പുറകിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ഫോസിലുകൾ ഉണ്ടെന്നാണ് അവർ കാണിച്ചേക്കുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇത് നോക്കിയേ, കണ്ടോ നല്ല ഡ്രൈ ലാൻഡ് ആണ് ഈ ഏരിയ. സെറ്റ് നോക്കിയേ, വെസ്റ്റ് കോസ്റ്റ് ഫോസിൽ പാർക്ക്. അടിപൊളിയല്ലേ എഴുതി വെച്ചേക്കുന്നത്. നമ്മളിത് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതാണ് കാഴ്ച വരുന്നത്. ഇതാട്ടോ റിസപ്ഷൻ വരുന്നത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ ടൂർ ഒരു 5 മിനിറ്റ് മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. അടുത്ത ടൂർ വരുന്നത് 1 o'clock അപ്പോൾ 1 o'clock വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ പ്ലാനെല്ലാം തെറ്റും. അതുകൊണ്ട് നമ്മളോട് അവർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ പോയിട്ട് പെട്ടെന്ന് റൈറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ ടൂർ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ടൂർ ജോയിൻ ചെയ്യാം എന്തായാലും. ഇതിപ്പം ടൂർ ബേസ് ആണെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ പല വീഡിയോസിലും ടൂർ ബേസ് പോകുമ്പം അവർ സംസാരിക്കുമ്പം അവരുടെ കൂടെ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം ഒത്തിരി വേറെ ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാകും. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കയറി സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് നമുക്കൊന്ന് പോയി നോക്കാം. പുള്ളിക്കാരി പറഞ്ഞേ റൈറ്റ് തിരിഞ്ഞ് അവരുടെ കൂടെ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇവിടെ മൊത്തം കാട് പോലെ ഇങ്ങനെ കിടക്കുന്നു. ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ. ഇനി അവിടെ ഒരു നെറ്റ് ഇട്ടിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലാണോ സെറ്റപ്പ് അറിയത്തില്ല. നമുക്കൊന്ന് നടന്നു നോക്കാം. എന്തായാലും മീനിന്റെ കിളി പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യരും ഇല്ല. ഇത് എന്ത് സംഭവമാണെന്ന് പുള്ളിക്കാരി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളിപ്പോൾ പേ ചെയ്യണ്ട, നിങ്ങൾ ആദ്യം നേരെ പോയി ടൂർ ജോയിൻ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ പേ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മ്യൂസിയം ഉണ്ട്. മ്യൂസിയം അവിടെ ആയിരുന്നു. മ്യൂസിയം ഉണ്ട് കേട്ടോ. മ്യൂസിയത്തിലേക്ക് അത് കഴിഞ്ഞിട്ട് 45 മിനിറ്റ്സിൻ്റെ ടൂർ കഴിഞ്ഞിട്ടാണ് മ്യൂസിയത്തിലേക്ക് വരണ്ടേന്നാണ് പറഞ്ഞത്. പിന്നെ വെസ്റ്റ് കോസ്റ്റ് നാഷണൽ പാർക്ക് ഉണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ അതിലേക്ക് പോകുന്ന വഴി കണ്ടതല്ലേ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പ്രാവശ്യം പോകുന്നില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഈ പ്രാവശ്യം പോയി എക്സ്പ്ലോർ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ സ്പ്രിംഗ് ടൈമിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വൈൽഡ് ഫ്ലവേഴ്സ് കൊണ്ട് നല്ല ബ്യൂട്ടി ആയിരിക്കും ആ പോകുന്ന വഴിയൊക്കെ. അപ്പം അത് അന്നേരം ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇത്തിരി സ്പീഡിൽ നടക്കും കേട്ടോ. മീനും ബാക്കിൽ വരുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടം വരെ പോയിട്ട് അവിടെ എന്താ സംഭവം എന്നുള്ളത് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അവിടെ അവരുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, തേളുണ്ട് നോക്കി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇവിടെ എഴുതി വെച്ചേക്കുന്ന നോക്കി. ഇത് വേറെ സാധനം എന്തോ ആണ്. ഇതെന്തൊക്കെ അടിക്കുന്ന സാധനങ്ങളുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എട്ടുകാലി, തേള്, അത് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ടേ. നമ്മുടെ ഊഹം തെറ്റില്ല. ഇത് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, ആൾക്കാർ സംസാരിക്കുന്നത്. മീനോടും ഞാൻ പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ, നടന്നിറങ്ങാനായിട്ട് ഇതേപോലെ മരത്തിൻ്റെ സംഭവം പണിത് വെച്ചിട്ടുണ്ട്. പെന്നാതെ ഇറങ്ങണേ, സൂക്ഷിച്ച്. അപ്പോൾ മീനും മാമിയും എത്തിയിട്ടുണ്ട്. അവരോട് ഞാൻ ഇറങ്ങാൻ പറഞ്ഞു.
കിടക്കുക കേട്ടോ. മരുഭൂമി പോലെ ലാവിഷായിട്ട് അങ്ങ് കിടക്കുന്നുണ്ട്. ഡ്രൈ ഏരിയ, ഡ്രൈ ലാൻഡ്. അപ്പോൾ വാ നമുക്ക് ഹൗസ് മ്യൂസിയത്തിലേക്ക് കിടക്കാം. എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കില്ല കേട്ടോ. He decided to donate all his marine fossils to us. He was very keen through all the years to collect fossils. Just a point, a legal point. We're not allowed to have fossils in our houses. It's actually against the law. It should go to a museum. Between all these marine fossils was a megalodon tooth as well. It was original and we were so surprised. Our small animals, your mice and so on. Like I said, we will show you the small fossils when we come here. Now, how do they know that these are short-necked giraffe fossils? Basically, with any Shiva, a Hindu god, comes in, and Therium means peace. Also occurred in Europe as well. And that's the original size, and it weighed about 2,000 kilograms. And they actually found 500 individual specimens in the site as well, that they call coprolite. Also a nice humerus over here. And then that rib, you can see all the pieces are still close together, and that's called all the pieces are still close together with loose teeth on the side and few ribs. And so this is then one short-necked giraffe that we have here. Very, very active. Currently they don't work through the fossils, luckily it's all on the side. അപ്പോൾ ഗായ്സ്, ഇത് ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം കേട്ടോ. ഈ ഫോസിൽസിനെ കിട്ടിയത് ഇത് ഇവർ 5 മില്യൺ ഇയേഴ്സ് മുമ്പുള്ള ഫോസിൽസാണ് ഇവിടെ ഉള്ളത്. ഡൈനോസേഴ്സിൻ്റെ ഇവിടെ ഉണ്ടാകത്തില്ലാന്ന് നോക്കുന്നത്. പിന്നെ ഒരു മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ് എന്താണെന്ന് അറിയോ? അതായത് ഞാൻ കാണിച്ചാലത് കണ്ടോ, ഈ ഷോർട്ട് നെക്ക് ജിറാഫിൻ്റെ ഒക്കെ ഫോസിൽസ് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അത് ഇവിടെ ഒഴുകി വന്നേക്കുന്നതാണ് സംഭവം. ഇവിടെ ഒരു റിവർ ഉണ്ടായിരുന്നു. അപ്പം പണ്ട് കാണുന്നുണ്ടോ അതിൻ്റെയൊക്കെ, അതായത് ആനയുടെയും ഇതാ കാണുന്നത്. പിന്നെ കുറേ ബേഡ്സിൻ്റെ ഒക്കെ കിടക്കുന്നുണ്ട് ഫോസിൽസ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് കേട്ടോ. ബീഡ്സ് പഠിക്കുന്നവർക്ക് നല്ല ഇൻഫർമേഷൻ ആയിരിക്കും ഇവരുടെ സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റപ്പാട്ടോ. പുള്ളിക്കാരൻ ഇവിടെ ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന പുള്ളിക്കാരൻ ഇവിടെ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1960s ഇതൊരു മൈനായിരുന്നു സം എക്കണോമിക്കൽ റീസൺസിൽ. അതാണ് ഗ്രൗണ്ട് ലെവൽ കേട്ടോ. അവിടുന്ന് 35 മീറ്റർ നമ്മൾ താഴെയാണ് ഈ ഇരിക്കുന്നത്. അപ്പം അത് എക്കണോമിക് റീസൺസിൽ അത് അടച്ചു. അത് കഴിഞ്ഞിട്ട് 1998 ഇത് തുറന്നത്. അപ്പം ആ ഏരിയയിൽ നിന്നൊരു ബിഗ് റിവർ വരുന്നുണ്ടായിരുന്നു. അത് ഈ വേയിലാണ്, ഈ ഡയറക്ഷനിലാണ് ആ റിവർ പോയിക്കൊണ്ടിരുന്നത്. അപ്പം അതായത് 5 മില്യൺ ഇയേഴ്സ് മുന്നോട്ടോ ആ റിവർ പോയിക്കൊണ്ടിരുന്നത്. അപ്പം അവിടെയാണ് നമ്മൾ ഈ ഫോസിൽ ഇപ്പം ഇവർ കണ്ടുപിടിച്ചത്. അതിപ്പം മ്യൂസിയമായി അവർ അതിന് കുറേ റിസർച്ചൊക്കെ നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ റിസർച്ചൊക്കെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞത് അങ്ങ് അപ്പുറത്തൊക്കെ മാറിയിട്ട്. അപ്പം അതിനു വേണ്ടിയാണ് ഇപ്പം അവർ ഇത് ഓപ്പണാക്കി കൊടുത്താക്കുന്നത്. അതായത് ടൂറിസ്റ്റുകൾക്ക് ഇത് കണ്ടൊരു എക്സ്പീരിയൻസ് ചെയ്യാം. ഇപ്പോൾ ഇവർ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയുമോ? ഒരു ഇൻട്രസ്റ്റിംഗ് തിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ചെറിയ സാധനങ്ങളില്ലേ, അതിൻ്റെ ഫോസിൽസ് ആട്ടോ. അപ്പോൾ ഇവിടെ ഒരു സാധനം ഇരിക്കുന്നുണ്ട്. ഇതെന്നാ സാധനം എന്നറിയാം? ഇത് പാമ്പിൻ്റെ പറ്റിപ്പാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് ഫ്രോഗിൻ്റെ ബട്ടക്സിൻ്റെ ആണെന്ന് പറഞ്ഞത്. പിന്നെ ഇത് മൗസിൻ്റെ ഉണ്ട്. അങ്ങനത്തെ സംഭവങ്ങൾ ഇതിനുള്ളിൽ കിടക്കുന്ന എല്ലാം ഈ ഫോസിൽസായിട്ടോ കിടക്കുന്നത്. അത് നമ്മളിങ്ങനെ കണ്ടുപിടിക്കണം. കുറേ ഇങ്ങനെ കാണിച്ചിങ്ങനെ കണ്ടുപിടിക്കും. ഇപ്പോൾ പിള്ളേർ വരുമ്പോൾ പിള്ളേരിങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നോക്കി കണ്ടുപിടിക്കാനായിട്ട് എല്ലാം തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ശിവത്രി എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഷോർട്ട് നെക്ക് ജിറാഫ് എന്നാണ് ഇവരിവിടെ പറയുന്നത്. അത് ഇന്ത്യയിലും കണ്ടുവന്നിരുന്ന സാധനമാണെന്നാണ് പറഞ്ഞത്. അപ്പം ഈ റിവർ പോയപ്പം അത് ഫ്ലഡിങ് കൂടിക്കൊണ്ടായിരിക്കും കുറേ മൃഗങ്ങൾ മരിച്ചുപോയി എന്ന് പറഞ്ഞത്. ആ സമയത്ത് അതിൻ്റെ ഫോസിൽസ് ആട്ടോ അവരിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്.
നമ്മളധികം ഇൻട്രസ്റ്റിംഗ് ആകത്തില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാരണം ഇത്രയും ഇയേഴ്സ് ബാക്കിൽ ഉള്ള സംഭവങ്ങളുടെ ബോണൊക്കെ കാണുമ്പം അതും അവര് അങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. ഞാനും വിചാരിച്ചേ ഇതെന്താ ഇങ്ങനെ വെച്ചേക്കുന്നത്, പക്ഷെ ഇത് മഴവെള്ളമൊന്നും കയറാതിരിക്കാൻ വാട്ടർ പ്രൂഫ് ആട്ടോ. പക്ഷെ വെയിൽ അതിൻ്റെ അകത്തേക്ക് വരികയും ചെയ്യും. അങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. മീനു എങ്ങനെയുണ്ട്? നിനക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയോ? ആണോ? അല്ലേ? വാമി എഴുന്നേറ്റു കേട്ടോ. വാമിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അല്ല വാമി, അപ്പൊ വാമിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്നാ വാമി പറയുന്നത്. അപ്പൊ ഞങ്ങള് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ കുറെ സാധനങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ എഴുതി വെച്ചിട്ടുണ്ട്. തേള്, എട്ടുകാലി, അങ്ങനെ കുറെ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, സൂക്ഷിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മിക്കതും സ്നേക്സും കാണും. എന്തായാലും ഈ ഏരിയയിൽ സ്നേക്ക് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനത്തെ ഒരു കുറ്റിക്കാട് ഏരിയ അല്ലേ. അപ്പം ഇവിടുത്തെ എൻട്രി ഫീസ് വന്നാക്കുന്നത് 100 rand ആണ്. അതായത് ഏകദേശം ഒരു 500 രൂപ പെർ പേഴ്സൺ കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് 200 rand ആണ് കോസ്റ്റ് ആയത്. ചിൽഡ്രൻസിന് അണ്ടർ 5 years ഫ്രീ ആയിരുന്നു. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തുന്നവർക്ക് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഈ ആർക്കിയോളജിസ്റ്റ് അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ഇത് പഠിക്കാനുണ്ടാവുമായിരിക്കും കേട്ടോ. അവർക്ക് പഠിക്കാനായിട്ടുള്ള റിസർച്ച് സെൻറ്റർ വരെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സംഭവമാണിത്. നല്ല ഇൻട്രസ്റ്റിംഗും ഉണ്ട് കേട്ടോ നമ്മൾ വന്ന് കാണുമ്പോൾ. അപ്പം നമുക്ക് ഇനി നേരെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. മീനു ഫുഡ് കഴിക്കാൻ പോവല്ലേടി? ഓക്കെ, മീനുവിന് വിശപ്പിന്റെ വിളി വന്നു. വാമിക്കാണെങ്കിൽ അതിന്റെ അപ്പുറം വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ്. ഞങ്ങള് വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങളിത് വരുമായിരുന്നേ. ഇത് കണ്ടോ? ഇതിട്ട് വാമി ഇതേ വന്നോണ്ടിരിക്കും. വാമിനെ കാണിക്കാൻ വേണ്ടിയാ. പക്ഷെ ഇത് ഇപ്പൊ കയറി പോകുന്ന എനിക്ക് തോന്നുന്നേ. ആമാ ഇവിടെ എടുക്കല്ലേടി? ആമാ വാമി, ആമാ എവിടെ ആമാ? ഒരു ഹായ് കൊടുത്തേ അമ്മക്ക്. ഹായ്. അമ്മക്ക് ഹായ് കൊടുക്കോട്ടോ. അടിപൊളിയല്ലേ? ഓക്കെ, ബാ നമുക്ക് പോവാം. വാ ടാറ്റ കൊടുക്ക്. എന്നിട്ട് വാ, ടാറ്റ കൊടുത്തിട്ട് വാ, പോവാം. ബാ.